ആനയല്ലാതെ വേറൊന്നിനെയും കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമത്തിലിങ്ങനെ വന്നപ്പോഴാണ് ഒരു കൂട്ടം മാനുകൾ കണ്ണിൽപ്പെട്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് കുറേ നേരം അതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയാണെന്നറിയോ, കാടും കാടിൻ്റെ അകമൊക്കെ കാണാൻ വേണ്ടി തന്നെ. ഒരു പ്ലാസ്റ്റിക്കോ ഒന്നും തന്നെ അതിൻ്റെ അകത്തില്ലായിരുന്നു. അവർ ഇടയ്ക്കിടയ്ക്ക് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, മാലിന്യങ്ങൾ ഇവിടെ നിന്ന് നിക്ഷേപിക്കരുതെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ മാനിനെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വണ്ടിയെടുത്ത് കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊരു കാഴ്ച കണ്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ, മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. ഒരു അരുവി, ആ അരുവിയോട് ചേർന്നൊരു ആനയുണ്ടായിരുന്നു. ആനയുടെ പുറത്തൊരു പാപ്പാനും കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആന കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന വരവാണെന്ന് തോന്നുന്നു. ഇതുപോലെ ഒരുപാട് ആനകൾ ഇവിടെ വേറെയുണ്ട്. എനിക്ക് ആദ്യം തോന്നിയത് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ആനയായിരിക്കും എന്നായിരുന്നു. പക്ഷേ മാനിനെ കണ്ടതിന് ശേഷമാണ് മനസ്സിലായത് ഇവിടെ മുഴുവൻ മാനുകളാണെന്ന്. അതിനെ കണ്ടിട്ട് ഇപ്പുറത്തോട്ട് മാറിയതേ ഉള്ളൂ, പിന്നെ കാണുന്നത് മുഴുവൻ മാനുകൾ മാത്രമായിരുന്നു. അതിനേക്കാൾ ഭംഗി ആ പ്രകൃതിക്ക് തന്നെയായിരുന്നു. ശരിക്കും ഞാൻ ഈ പറയുന്ന പോലൊന്നുമല്ല, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ എന്തായിരുന്നു എന്നായിരുന്നു എൻ്റെ അപ്പോഴത്തെ ചിന്ത. കാരണം അത്രയ്ക്ക് ഭംഗിയായിരുന്നു ആ പ്രകൃതിക്ക്. ശരിക്കും വരച്ച് വെച്ചിരിക്കുന്ന ചിത്രങ്ങളൊക്കെ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അത് ശരിക്കും വാക്കുകൾ കൊണ്ടൊന്നും പറയാൻ പറ്റുന്നതേ അല്ല, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ആ പച്ചപ്പും. ഇവിടെ വണ്ടി ഒരുപാട് നേരം നിർത്തിയിടാൻ പറ്റത്തില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ പിന്നെ ഞങ്ങൾ വണ്ടി വീണ്ടും എടുത്തു. അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾ കണ്ടത് ഒരു കൂട്ടം കാട്ടാനയായിരുന്നു. എനിക്ക് തോന്നുന്നു കാട്ടാന ഫാമിലിയോടെ വന്നതാണെന്ന് തോന്നുന്നു. അവരുടെ കൂട്ടത്തിൽ 2 കുഞ്ഞൻ ആനകളും ഉണ്ടായിരുന്നു. പിന്നെ കുറേ നേരം അവരെയും കൂടെ നോക്കി നിന്നു. ശരിക്കും ഈ കാണ്ടകത്ത് കയറിയിട്ട് ആകെ കണ്ടത് മാനുകളെയും കുറച്ച് ആനകളെയും മാത്രമാണ്. നമ്മൾ വന്ന സമയം കുറച്ച് ശരിയല്ലാതായിപ്പോയി. കാരണം നമ്മൾ വന്നപ്പം ഒരുപാട് ലേറ്റായി. വെളുപ്പിനെ ഒരു 6 മണിക്കൊക്കെ ആയിരുന്നു ഇതിൻ്റെ അകത്ത് കയറിയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൂടെ കാണാമായിരുന്നു.